ബോധത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. ആ അഭിമാന ബോധത്തെ തകർക്കാൻ, അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ, മൗലികമായ അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ഈ കുൽസോത്സവങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടാവണം. ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമല്ല, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ അങ്ങേയറ്റം തമ്മിൽ തല്ലിക്കാനും ഭിന്നിപ്പിക്കാനും വേണ്ടി രാജ്യത്തിന്റെ പരമോന്നതമായ നിയമനിർമ്മാണ സഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നിയമം സൃഷ്ടിക്കുക. നേതാക്കന്മാർ നാടുനീളെ നടന്നിട്ട് വഖഫ് രാജ്യത്തിന് വലിയ ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു സമ്പത്താണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. സതീശൻ വന്നിട്ടുണ്ട്. ആ സതീശന്റെ താല്പര്യം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. മുസ്ലിം സമുദായത്തിന്റെ വഖഫ് ഭൂമികളിൽ അഭിപ്രായം പറയാൻ VD സതീശന് വളർന്നിട്ടില്ല എന്ന് പറയാൻ സമുദായ നേതാക്കന്മാർ ധൈര്യം കാണിക്കണം. സതീശൻ അറിയോ എന്താണ് വഖഫ് എന്ന്? വഖഫിന്റെ പവിത്രതയെ കുറിച്ചോ വഖഫ് നൽകിയിട്ടുള്ള വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന പ്രതിഫലത്തെ കുറിച്ചോ വിവരമില്ലാത്തെങ്കിൽ അതിന് വിവരമില്ല എങ്കിൽ മിണ്ടാതിരിക്കണം. മറ്റെന്തെല്ലാം ഉണ്ട് കേരളത്തിൽ അഭിപ്രായം പറയാൻ പ്രതിപക്ഷ നേതാവിന്? അതൊന്നുമല്ലാത്ത ഒരു വിഷയത്തിൽ അഭിപ്രായവുമായി വരുമ്പോൾ അവരുടെ രാഷ്ട്രീയ അജണ്ട നമുക്ക് ബോധ്യമുണ്ടാകണം. വെടിയുണ്ടകൾക്ക് ഞങ്ങളുടെ നെഞ്ചിൻ കൂടുകൾ തരിപ്പണമാക്കാൻ സാധിക്കും. ഈ പോരാട്ടത്തിന് വേണ്ടിയുള്ള ആത്മവീര്യമുണ്ടല്ലോ, സമരവീര്യമുണ്ടല്ലോ, അത് തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രക്തസാക്ഷി ആ PMA സലാമിന്റെ ക്ലാസും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ആവശ്യമില്ല. കാരണം ഇത് കറമൂസ കണ്ടുകൊണ്ട് കറിവെക്കുന്ന കളിയല്ല, ഇത് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉഭയമുയരും ഈ നാടിന്റെ സമ്പൂർണമായ വിമോചനത്തിനു വേണ്ടി സമർപ്പിച്ച ആൺകുട്ടികളുടെ പാർട്ടിയായത്. ഇതൊരാളുടെ MLA ആകുന്ന പ്രശ്നമല്ല. ഇത് വഴിയാധാരമായി പോയപ്പോ കുറെ ആള് കൂടിയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയതല്ല. ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. ആ സമരത്തിന്റെ മുന്നിൽ, ആ സമരത്തിന്റെ മുൻപന്തിയിൽ ഈ രക്തഹരിത നക്ഷത്രാങ്കിത പതാകയുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ